ഹായ് മക്കളെ, ഇനി നമുക്ക് 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. അത് ഇന്റഗ്രേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞ കാര്യം എന്താ? -π/2 to π/2 8√2 cos x dx divided by 1 plus e raised to sin x into 1 plus sin raised to 4x equal to എന്താണ്? alpha pi plus beta log 3 plus 2 root 2. Where alpha and beta are the integers, then the value of alpha square plus beta square. അല്ലെ? സോ ആദ്യം ആരെ കാണടാ? ഈ ഇന്റഗ്രൽ വാല്യൂ കാണും അല്ലെ? ആ ഇന്റഗ്രൽ വാല്യൂ കിട്ടുമ്പോൾ ഇതേ ഒരു ഫോമിൽ കിട്ടും. ആ ഫോമിൽ ആൽഫയുടെ സ്ഥാനത്ത് ആരാ നോക്കുക, ബീറ്റയുടെ സ്ഥാനത്ത് ആരാ നോക്കുക. എന്ത് ചെയ്യുക? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കാണാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇന്റഗ്രൽ -π/2 to π/2 8√2 cos x dx divided by 1 plus e raised to sin x into 1 plus sin raised to 4x. ഇയാളെ ഞാൻ ഐ എന്ന് വിളിച്ചു. എടാ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങളൊരു പ്രോപ്പർട്ടി നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഏതാ പ്രോപ്പർട്ടി? പല ആൾക്കാരും കിങ്സ് പ്രോപ്പർട്ടി എന്നും ഞാൻ ലെക്സ് പ്രോപ്പർട്ടി എന്നും വിളിക്കുന്നത്. ലെക്സ് പ്രോപ്പർട്ടി മീൻസ് ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ് ആണ്. ആ പ്രോപ്പർട്ടി ആയില്ല, കിങ്സ് പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ? ആ പ്രോപ്പർട്ടി എന്തായിരുന്നു ശരിക്കും? ഇതേ പ്രോപ്പർട്ടി നമ്മൾ ഈ ഒരു ഷിഫ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഒരു സെക്ഷനിൽ തന്നെ ഇന്റഗ്രേഷനിൽ 2 പ്രാവശ്യം 2 ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്ത ടെക്നിക്കാണ് എന്ത്? കിങ്സ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലെക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആ ലെക്സ് മെത്തേഡ് കോമൺ ആയിട്ടുള്ള മെത്തേഡ് ഒന്നും അല്ലട്ടോ, ഞാൻ ജസ്റ്റ് പേരിട്ടതാ. ഓക്കെ, അപ്പൊ എന്താ? ഇന്റഗ്രൽ a to b f of x dx എന്താ വരിക? ഇന്റഗ്രൽ a to b എക്സിന് പകരം എന്താ? ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ്. അപ്പൊ ലോവർ എ പ്ലസ് അപ്പർ ബി മൈനസ് എക്സ് ഡി എക്സ് ആണ്. ഇതാണ് പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, സോ അത് ഇവിടെ അപ്ലൈ ചെയ്താലേ എക്സിന് പകരം ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ് അല്ലേ? എക്സിന് പകരം ലോവർ ആരാ? -π/2. അപ്പർ ആരാ? π/2. -π/2 പ്ലസ് π/2 അത് 0 അല്ലേ? 0 മൈനസ് എക്സ്, 0 മൈനസ് എക്സ് മൈനസ് എക്സ് അല്ലേ? ആ പ്രോപ്പർട്ടി പറയുന്നത് എന്താ? ഈ എക്സിന് പകരം ആരെന്ത് ചെയ്യാം? ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ് യൂസ് ചെയ്യാം. അതായത് ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ് ഇവിടെ ആരാ? മൈനസ് എക്സ് ആണ്. അപ്പൊ എക്സിന് പകരം ആര് യൂസ് ചെയ്യാം? മൈനസ് എക്സ് യൂസ് ചെയ്യാം. അപ്പൊ എന്ത് വരും? I equal to ഇന്റഗ്രൽ -π/2 to π/2 8 എക്സിന് പകരം മൈനസ് എക്സ് യൂസ് ചെയ്ത് കോസ് മൈനസ് എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു സൈൻ മൈനസ് എക്സ് വരും. സൈൻ മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ് അല്ലേ നമുക്കറിയാം. ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ റേസ് ടു 4 മൈനസ് എക്സ്. റേസ് ടു 4 ആയതുകൊണ്ട് മൈനസ് എക്സ് ആയാലും പ്ലസ് എക്സ് ആയാലും സെയിം ആ, കണക്കാൻ മാറ്റുന്നില്ല. എടാ, ഇയാളെ മാത്രം എടുത്താലേ 1 പ്ലസ് ഇ റേസ് ടു മൈനസ് സൈൻ എക്സ് അല്ലേ? എന്താ 1 പ്ലസ് ഇ റേസ് ടു മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാല്? അത് 1 പ്ലസ് 1 ബൈ ഇ റേസ് ടു സൈൻ എക്സ് അല്ലേ വരിക? ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ എന്താ വരും? ഇ റേസ് ടു സൈൻ എക്സ് പ്ലസ് 1 ബൈ ഇ റേസ് ടു സൈൻ എക്സ് അല്ലേ? അതായത് എന്ത് കിട്ടി? 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഈക്വൾ ഇ റേസ് ടു മൈനസ് സൈൻ എക്സ് ഈക്വൾ ടു 1 പ്ലസ് ഇ റേസ് ടു സൈൻ എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് സൈൻ എക്സ് ആണ്. സോ ഇയാൾക്ക് പകരം ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്തായി വരും? I equal to ഇന്റഗ്രൽ -π/2 to π/2 8√2 കോസ് മൈനസ് എക്സും കോസ് എക്സും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. കാരണം കോസിന്റെ ഉള്ളിൽ നെഗറ്റീവ് എന്നാൽ ഒരു എഫക്റ്റും അത് ഉണ്ടാക്കൂല അല്ലെ? അപ്പൊ എന്തുവരും? കോസ് എക്സ്. പിന്നെ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു മൈനസ് സൈൻ എക്സ് ആരാ? 1 പ്ലസ് ഇ റേസ് ടു സൈൻ എക്സ് ബൈ സൈൻ എക്സ് അല്ലേ? ആ സൈൻ എക്സ് മുകളിലോട്ട് ബൈ ഇ റേസ് സൈൻ എക്സ് അല്ലേ? ആ ഇ റേസ് സൈൻ എക്സ് മുകളിലോട്ട് പോകും. ഡി എക്സ് ഡിവൈഡഡ് ബൈ ആരാ? 1 പ്ലസ് സൈൻ റേസ് ടു 4x. അത് കിട്ടി അല്ലെ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഈ കാണുന്ന ഐയും ഈ കാണുന്ന ഐയും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താവും? 2 ഐ അല്ല, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചാൽ ഇതാരാ? ഇക്വേഷൻ നമ്പർ 2 ആണ്. ആഡ് 1 പ്ലസ് 2 ആഡ് ചെയ്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താവും? ഐ പ്ലസ് ഐ അല്ലേ? വാട്ട് ഈസ് ഐ പ്ലസ് ഐ? 2i. ഇനി കോമൺ ആയിട്ടുള്ള ആൾക്കാരെ ആദ്യം നിങ്ങൾ എടുത്തതാ. ആദ്യം ഇന്റഗ്രൽ -π/2 to π/2 കോമൺ ആണ്. പിന്നെ ആരെ കോമൺ വരിക? 8√2 cos x dx അല്ലെങ്കിൽ 8√2 cos x എല്ലായിടത്തും അല്ലേ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അതെഴുതി. കോമൺ ആയിട്ടുള്ള ആൾക്കാർ അത് എഴുതി അല്ലെ? ഡിവൈഡ് ബൈ ഇനി ആരാ? ഈ താഴെ കാണുന്ന ഡിനോമിനേറ്റർ ഇവിടെയും ഇവിടെയും സെയിം അല്ലേ? അതും എഴുതി. 1 പ്ലസ് ഇ റേസ് ടു സൈൻ എക്സ് ദെൻ 1 പ്ലസ് സൈൻ റേസ് ടു 4x
അല്ലെ. അപ്പൊ ഇത് കോമൺ ആണ് അല്ലെ. അപ്പൊ ഇവിടെ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഞാൻ ആദ്യം എഴുതി അല്ലെ. പിന്നെ ആഡ് ചെയ്യുമ്പോ ഇവിടെ ബാക്കിയാരാ 1 അല്ലേ വരിക, ഇവിടെ ബാക്കിയാരാ e raised sin x അല്ലേ. അപ്പൊ അത് മാത്രം ആഡ് ചെയ്യാം. അപ്പൊ എന്തിനും 1 plus e raised sin x dx. സോ 2 ഐകൾ പരസ്പരം ആഡ് ചെയ്തു. 2 ഐകൾ പരസ്പരം ആഡ് ചെയ്യുമ്പോൾ ആരാണോ കോമൺ അയാളെ ഞാൻ എടുത്തു, ബാക്കി ആഡ് ചെയ്തു. ഇപ്പൊ എന്താ 1 plus e raised sin x 1 plus e raised sin x കട്ട് ചെയ്യാലോ അല്ലെ. ബാക്കി എന്താ വരിക i ഈക്വൽ അല്ലെങ്കിൽ 2i ഈക്വൽ ടു ഇന്റഗ്രൽ -π/2 to π/2 8√2 cos x dx ഡിവൈഡ് ബൈ 1 plus sin raised to 4x. ഇനി നോക്കുക, എടാ cos x ഒരു ഈവൻ ഫംഗ്ഷൻ അല്ലേ. സൈൻ റേസ്റ്റ് 4x റേസ്റ്റ് 4 ആണ്, അത് ഈവൻ നമ്പർ ആയതുകൊണ്ട് അതെന്താണ് ഒരു ഈവൻ ഫംഗ്ഷൻ അല്ലേ. അപ്പൊ ഈവൻ ഫംഗ്ഷൻ ഡിവൈഡ് ബൈ ഈവൻ ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആവില്ലേ. അപ്പൊ ഈ കാണുന്ന ആൾ ഒരു ഈവൻ ഫംഗ്ഷൻ അല്ലേ. ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ -π/2 to π/2 എങ്ങനെ എഴുതാം, 2 × 0 to π/2 എഴുതാലോ. പ്രോപ്പർട്ടി അറിയാലോ അല്ലെ. ഇന്റഗ്രൽ -a to a f of x dx എന്താ, അത് ഈവൻ ആണെങ്കിൽ 2 × 0 to a f of x dx ആണല്ലോ. അത് ഇവിടെ അപ്ലൈ എന്താ മാറും 2i ഈക്വൽ ടു 2 × ഇന്റഗ്രൽ 0 to π/2 8√2 cos x dx ഡിവൈഡ് ബൈ 1 plus sin raised to 4x. 2 × 2 കട്ട് ചെയ്യാം അല്ലെ. വേണമെങ്കിൽ 8√2 ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്താവും i/8√2 ഈക്വൽ ആരാ ഇന്റഗ്രൽ 0 to π/2 cos x dx ഡിവൈഡ് ബൈ 1 plus sin raised to 4x അല്ലെ. i/8√2 ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 cos x dx ഡിവൈഡ് ബൈ 1 plus sin raised to 4x. എടാ ഈ ആളുടെ ഇന്റഗ്രേഷൻ വാല്യൂ എങ്ങനെയാ കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ. ഒരു ഫംഗ്ഷനും അയാളുടെ ഡെറിവേറ്റീവും അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഫംഗ്ഷനും ഡെറിവേറ്റീവും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഫംഗ്ഷന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ലേ നമ്മൾ ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, ആ ഫംഗ്ഷൻ ആരാ sin x അല്ലേ. ആ sin xന്റെ ഡെറിവേറ്റീവ് ആയ cos x അല്ലേ ഇവിടെ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാ, ആ sin x ഞാൻ എന്ത് ചെയ്യാ ഒരു u എന്നോ ടി എന്നോ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ u കൊടുത്തു അല്ലെ. ഡെറിവേറ്റീവ് കണ്ട cos x dx എന്താ du അല്ലെ. അപ്പൊ എന്താ ഇന്റഗ്രൽ ഓഫ് 0 to π/2. അത് അതുപോലെ എഴുതാൻ പറ്റുമോ, പറ്റില്ല. കാരണം എന്താ വേരിയബിൾ മാറി. ഇത് x ഈക്വൽ 0 to x ഈക്വൽ π/2 ആയിരുന്നു. ഇപ്പൊ ആരാ u അല്ലെ. അവിടെ x ഈക്വൽ 0 ആകുമ്പോ u എന്താ sin 0 അല്ലേ, അത് 0 അല്ലേ. x ഈക്വൽ π/2 ആകുമ്പോ u എന്താ sin π/2 അല്ലേ, എന്താ വരിക 1 അല്ലെ. cos x dx ആരാ du ഡിവൈഡ് ബൈ 1 plus u raised to 4. സോ എന്ത് കിട്ടി, i/8√2 ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 du ഡിവൈഡ് ബൈ 1 plus u raised to 4. ഓക്കെ, i/8√2 ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 du ഡിവൈഡ് ബൈ 1 plus u raised to 4 എന്ന് കിട്ടി. അത് 1 plus u² ആണ്. ഈസി ആയിട്ട് tan inverse u എന്ന് അവസാനിപ്പിക്കായിരുന്നു. ഇപ്പൊ അവസാനിച്ചോ, കഴിഞ്ഞില്ല. ഇതുവരെ നമ്മളെ ആൻസറിലേക്ക് എത്തിക്കില്ല അല്ലെ. ഇനി എന്ത് ചെയ്യാം, അപ്പൊ du ഡിവൈഡ് ബൈ 1 plus u raised to 4 എന്ന് കിട്ടിയ സ്ഥിതിക്ക് ഇനി ഞാൻ ചെയ്യുന്ന കാര്യം, അപ്പൊ ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ഇതേ ഷിഫ്റ്റിൽ നമ്മൾ ചെയ്തതാണ് അല്ലെ. എനിക്ക് തോന്നുന്നു അവിടെ വേറെ എന്തോ u raised to 4 u² അതേപോലെ തന്നെ ആയിരുന്നു, സെയിം ടൈപ്പ് ആയിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ചെയ്ത അതേ കാര്യം ഇവിടെ ചെയ്യാം. എന്ത് ചെയ്യാ, u² കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. എല്ലാ ടേമിനെയും u² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്താ മാറും, ഇത് മാത്രം എടുക്കണേ, അത് മാത്രം എടുക്കുക. ഇന്റഗ്രൽ 0 to 1 u² കൊണ്ട് മോളും താഴെ ഡിവൈഡ് ചെയ്താൽ മോൾ എന്താവും 1/u² du. ഇവിടെ എന്താവും 1/u². ഇവിടെ എന്താവും u raised to 4 എന്താ u raised to 4/u² അല്ലെ. എന്ത് ചെയ്തു, മോളത്തെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ എന്ത് ചെയ്തു u² കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്താവും ഇന്റഗ്രൽ 0 to 1 1/u² du ഡിവൈഡ് ബൈ 1/u² plus u² എന്ന് കിട്ടി. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്, എന്താ വാട്ട്സ് നെക്സ്റ്റ് സ്റ്റെപ്പ്? യെസ്, ഇവിടെ ഞാൻ ചെയ്ത കാര്യം ഇതിന് 0 to 1 ആ ന്യൂമറേറ്ററിനെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് ന്യൂമറേറ്ററിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. എങ്ങനെ ന്യൂമറേറ്ററിനെ മാനിപ്പുലേറ്റ് ചെയ്യാം? അടാ 1/u² ഞാൻ 1/u² plus 1 മൈനസ് 1 minus 1/u² എന്ന് എഴുതി എന്ന് വിചാരിക്കുക. ഇതാരെ വരിക, 1ഉം 1ഉം ക്യാൻസൽ ആവുമല്ലോ. ബാക്കി ആരെ വരിക, ബാക്കി ആരെ വരിക 1/u² മൈനസ് ഓഫ് മൈനസ് 1/u² അല്ല, അത് 1/u² plus 1/u² അല്ലേ. അതാരാ 2/u² അല്ലേ. 2/u² വരുമ്പോൾ ഒരു 1/2 പുറത്ത് കൊടുത്താൽ അത് 1/u² ആയില്ലേ.
അല്ലെ? എന്ത് ചെയ്തു? ഈ 1/u² പകരം എന്ത് എഴുതി? 1/u² + 1 - 1 - 1 എഴുതി അല്ലെ? ഇതിന്റെ വാല്യൂ എന്താ? 1/u² + 1/u², 2/u², 1/2 1/u² ആയി അല്ലെ? 1 1 പോയി, പ്രശ്നമല്ല, സെയിം കാര്യമാണ്. ബാക്കി ഇയാൾ അതേപോലെ ഇതാ എന്താ വരിക? 1/u² + u² ആണ് അല്ലെ? സോ ദാറ്റ് ഈക്വൽ ടു 1/2 ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇയാളെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ എന്താ പറയാ? അയാളെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഇന്റഗ്രൽ 0 to 1 1/u² + 1 ഡിവൈഡഡ് ബൈ 1/u² + u² മൈനസ് ഓഫ് ഇന്റഗ്രൽ 0 to 1. ഇനി ആരാ? ഇയാളല്ലേ വരിക. അപ്പൊ എന്താ വരിക? 1 - 1/u² ഡിവൈഡഡ് ബൈ 1/u² + u² du ആണ് ക്വസ്റ്റ്യൻ മാറിയ അല്ലെ? ശരിക്കും ഇനി ഈസിയാണ്. ഈ ഒരു ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ യൂസ് ചെയ്യുക. എന്താ ചെയ്യുക? എടാ ഇതിൽ ഒന്ന് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ അതേ കാര്യം കേട്ടോ, സെയിം കാര്യമാണ്, ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു, സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, അതാണ് കോമഡി. ഓക്കെ, സോ ഞാൻ ആദ്യം ഇതെടുത്തു, അത് മാത്രം എടുക്കുകയാണെ. അത് മാത്രം എടുത്താൽ എന്താ വരിക? അത് മാത്രം എടുത്താൽ ഇന്റഗ്രൽ ഓഫ് 0 to 1 1/u² + 1 1/u² + എടാ ഇയാളെ ഞാൻ I1 ഇയാളെ ഞാൻ I2 എന്ന് വിളിക്കണം. ഓക്കെ, വെറുതെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അപ്പൊ I1 ആണ് ഞാൻ കാണാൻ പോകുന്നത്. 1/u² + 1 ഡിവൈഡ് ബൈ 1/u² + u² du. എന്താ ചെയ്യാൻ പറ്റുക? ദാറ്റ് ഈക്വൽ ഇന്റഗ്രൽ ഓഫ് 0 to 1 1/u² + 1. എടാ 1/u² + u² ഇവിടെ എങ്ങനെ ആക്കി എഴുതാം? u - 1/u² + 2 എഴുതാലോ അല്ലെ? ഇത് നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഇയാളെ ഇങ്ങനെ ആക്കി മാറ്റാം. ഇനി നോക്കാതാ, ഈ കാണുന്ന ആളുടെ ഡെറിവേറ്റീവ് വാല്യൂ അല്ലേ ഇത് അല്ലെ? അപ്പൊ ഇയാൾക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഒരു ഫംഗ്ഷനും അയാൾ ഡെറിവേറ്റീവ് ആയില്ലേ? എന്ത് ചെയ്യുക? u - 1/u നെ t എന്ന് വിളിക്കുക. പുട്ട് u - 1/u = t. അപ്പൊ രണ്ട് ഭാഗത്തും ഡെറിവേറ്റീവ് അപ്ലൈ എന്താ പറയും? 1 + 1/u² du ആരാ? dt അല്ലേ വരെ മക്കളെ? അപ്പൊ ഇന്റഗ്രൽ ഓഫ് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അഗൈൻ മാറൂലേ? കാരണം എന്താ? ഇയാള് u ആയിരുന്നു അല്ലെ? പക്ഷെ ഇപ്പൊ ടി ആയില്ലേ? എടാ u 0 ആകുമ്പോ ടി എന്താ? 0 - 1/0 അല്ലേ വരിക അല്ലെ? u 0 ആകുമ്പോ 0 - 1/0 0 0 ആണ്. 1/0 ഇൻഫിനിറ്റി അല്ലേ അല്ലെ? അപ്പൊ -∞ അല്ലെ? -1/0. അപ്പൊ എന്താ വരിക? -∞ അല്ലെ? അപ്പർ ലിമിറ്റോ? ഇവിടെ 1 അല്ലടാ. 1 യുവിന് കൊടുത്താൽ 1 - 1 0 അല്ലേ? 0. ഓക്കെ, 1/u² + 1 du ഉണ്ട് ഇവിടെ. അതാരാ? dt അല്ലേ? ബൈ ഇതോ t അല്ലേ? t² - 2 ആരാ? √2. എടാ ഇതിപ്പോ ഏത് ഫോമാ? dx/x² + a² അല്ലേ? വാട്ട് ഈസ് dx/x² + a²? 1/a tan inverse x/a അല്ലേ? അതപ്പോൾ എന്താകും? 1/a 1/√2 tan inverse x/a tan inverse t/√2. ലോവർ ലിമിറ്റ് -∞, അപ്പർ ലിമിറ്റ് 0 അല്ലെ? അപ്പൊ എന്താവും? 1/√2. എടാ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്ത tan inverse 0 അല്ലേ? tan inverse 0 എന്താ? 0 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ tan inverse -∞ അല്ലേ? വാട്ട് ഈസ് tan inverse -∞? -π/2. അപ്പൊ ആൻസർ എന്താവും? -+ അല്ലേ? π/2 √2 അല്ലെ? സോ I1 എന്താ? ഈ I1ന്റെ വാല്യൂ എന്താ? π/2 √2 എന്ന് കിട്ടി അല്ലെ? അടുത്തത് ആരെ കാണടാ? I2 കണ്ടേ? ഈ I2നെ ഇനി കാണണം. I2 അല്ലെ? സോ I2 ആരാ? ഞാൻ പുതിയ പേജിൽ എഴുതാണ്. I2 ഇന്റഗ്രൽ 0 to 1 ഇപ്പൊ ചെയ്ത അതേ മെത്തേഡ് ചെയ്യണേ. എന്താ വരിക? 1 - 1/u² ഡിവൈഡ് ബൈ 1/u² + u². അഗൈൻ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ I2 ഇന്റഗ്രൽ 0 to 1 1 - 1/u² du അല്ലെ? എടാ ഇയാള് ഞാനേ തൊട്ട് മുമ്പ് എഴുതിയത് പോലെ എഴുതിയാൽ അതേ സെയിം എഴുതിയ കാര്യമില്ല. കാരണം അതേ സെയിം എഴുതിയാൽ അയാളുടെ ഡെറിവേറ്റീവ് മോള് വരൂല. പകരം എന്ത് ചെയ്താ? ഇയാളെ ഞാൻ u+ അല്ലെ u- ആക്കാം അല്ലെ? നേരത്തെ u- അല്ലായിരുന്നോ? യെസ്, u+ ആക്കാം.
യു പ്ലസ് 1/u ഹോൾ സ്ക്വയർ -2 ചെയ്താലോ അല്ലെ? എടാ യു പ്ലസ് 1/u ഹോൾ സ്ക്വയർ യു സ്ക്വയർ പ്ലസ് 1/u സ്ക്വയർ പ്ലസ് 2 അല്ലേ? -2 പോലെ. അപ്പൊ ഇയാളല്ലേ വരിക, അതെന്നല്ലേ ഇവിടെ ഉള്ളത് അല്ലെ? സോ ഇയാൾക്ക് പകരം എന്ത് ചെയ്താ യു പ്ലസ് 1/u ഹോൾ സ്ക്വയർ -2 ചെയ്താ. ഇനി എടാ ഇയാളുടെ ഡെറിവേറ്റീവ് അല്ലേ മുകളിലാണ്. ഒരു ഫംഗ്ഷനും അയാൾ ഡെറിവേറ്റീവ് വന്നാൽ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, യു എന്നോ ടി എന്നോ എക്സ് എന്നോ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഞാൻ എന്ത് ചെയ്യാം, യു പ്ലസ് 1/u ഒരു സെഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെഡ് വേണ്ട, സെഡും ടൂവും കൺഫ്യൂഷൻ ആവും. ഞാനൊരു കെ എന്ന് കൊടുത്തു ചെയ്തു, വെറുതെ കെ. അപ്പൊ എന്താ വരും, രണ്ട് ഭാഗത്ത് ഡെറിവേറ്റീവ് ആണ്. എന്താ ഡെറിവേറ്റീവ് യു 1, ഡെറിവേറ്റീവ് 1/u -1/u സ്ക്വയർ ഡി യു എന്തായി ഡി കെ ആയില്ലേ. അപ്പൊ എന്താ മാറും, ഇന്റഗ്രൽ 0 to 1 അഗൈൻ മാറൂലേ, ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് മാറൂലേ. എങ്ങനെയാ ഇത് യു 0 ആകുമ്പം 0 പ്ലസ് 1/0 അല്ലേ, 0 പ്ലസ് ഇൻഫിനിറ്റി എന്താ വരിക, ഇൻഫിനിറ്റി. യു 1 ആകുമ്പോഴോ 1 പ്ലസ് 1/1 അല്ലേ, 2 അല്ലേ വരിക, ഈക്വൽ വരാ ഡി 1 - 1/u സ്ക്വയർ ഡി യു എന്ന് പറഞ്ഞാൽ ഡി കെ അല്ലേ. സോ ഡി കെ ഡിവൈഡ് ബൈ കെ സ്ക്വയർ -2 എന്താ റൂട്ട് ഹോൾ സ്ക്വയർ അല്ലെ. എടാ ഇത് ഏത് ഫോമുല, ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലേ. എന്താ ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ അല്ലേ. 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ. അപ്പൊ എന്താ വരിക, 1/2a 1/2 റൂട്ട് 2 അല്ലെ. ലോഗ് മോഡ് എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ കെ മൈനസ് √2 ബൈ കെ പ്ലസ് √2. ഇനി ലോവർ ലിമിറ്റ് ആരാ, ഇൻഫിനിറ്റി. അപ്പർ ലിമിറ്റ് ആരാ, 2. അപ്പൊ എന്ത് വരും, 1/2 √2. ലോവർ അപ്പർ ലിമിറ്റ് കൊടുത്താൽ ലോഗ് ഓഫ് 2 - √2 ഡിവൈഡ് ബൈ 2 പ്ലസ് √2. ലോവർ ലിമിറ്റ് 0 ആയി മാറും. ഇതാ വരാം അല്ലെ. 1/2 √2 ഇൻറ്റു ലോഗ് 2 - 2 √2 ഡിവൈഡ് ബൈ 2 പ്ലസ് √2. ഇതാണ് ആര്, I2. I1 കിട്ടി, I2 കിട്ടി, I1 കിട്ടി, I2 കിട്ടി. I1 ആരാ, I1 ഈ സിംപ്ലി π/2 √2. I2 ആരാ 1/√2 ഇൻറ്റു ലോഗ് 2 - √2 ഡിവൈഡ് ബൈ 2 പ്ലസ് √2. ഇനി നമ്മുടെ ആൻസർ എന്താ, I1 - I2 അല്ലേ. അതായത് ഇയാളുടെ വാല്യൂ ആണെന്ത്, I1 - I2 അല്ലെ. അപ്പൊ എന്ത് ചെയ്താ I/8 √2 √2 ഈക്വൽ ടു I1 - I2 ആണ്. സോ I/8 √2 ആരാ I1 കിട്ടിയത് π/2 √2 ആണ്. π/2 √2 മൈനസ് ആരാ I2 1/2 √2 ഇൻറ്റു ലോഗ് മോഡ് 2 - √2 ബൈ 2 പ്ലസ് √2 പ്ലസ് സി. പിന്നെ പ്ലസ് സി ഉണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ കാര്യം. ഓക്കെ, ഇനി നോക്കുക, പ്ലസ് സി ഇല്ല കേട്ടോ, പ്ലസ് സി ഇല്ല, കാരണം നമ്മൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ട്, പ്ലസ് സി ഇല്ല. ഓക്കെ, സോ ഇനി ആരെ കട്ട് ചെയ്യാം, √2 ഇവിടെ കട്ട് ചെയ്യാലോ, √2 ഇവിടെ കട്ട് ചെയ്യാം അല്ലെ. ഇനി 8 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തെന്ന് പറയും I ഈക്വൽ ടു, എടാ 8 π/2 അല്ലേ, ആരെ 8 π/2 4π അല്ലെ. ദെൻ 8 ഇൻറ്റു 1/2 അല്ല, എന്ത് വരും 8/2 4 അല്ലേ വരിക. ലോഗ് 2 - √2 ഡിവൈഡ് ബൈ 2 പ്ലസ് √2. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്നും എവിടെ ഇല്ല എന്ന് വിചാരിക്കുന്നു. 1/2 √2 ആണ്, 1/2 √2 ആയിരുന്നു. 1/2 √2 മൾട്ടിപ്ലൈ എന്തായി 4π - 4 ലോഗ് 2 - √2 ഡിവൈഡ് ബൈ 2 പ്ലസ് √2 ആയി. ഓക്കെ, സോ ഇവിടെ നമ്മൾ എവിടുന്ന കൊണ്ടുവന്നത് I/8 √2 അല്ലേ. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. യെസ്, 2i. ഈ 1/2 നമ്മൾ എടുത്തില്ല കേട്ടോ, ഇവിടെ 1/2 ഉണ്ട്, ആ 1/2 എടുത്തില്ല, അതൊക്കെ മിസ്റ്റേക്സ് ആണ് കേട്ടോ. കാരണം ഇത് ഓൾറെഡി ഞാൻ ചെയ്ത് നോക്കിയോണ്ട് അവിടെ 1/2 ഉണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് മിസ്റ്റേക്ക് നോക്കിപ്പോയത്. എനിവേ ഇവിടെ ഒരു 1/2 ഉണ്ട്. ഓക്കെ, സോ ഇവിടെ 1/2 ഉണ്ട്, ഇവിടെ 1/2 ഉണ്ട്, ആ 1/2 ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ എന്താണ്, ഒരു എക്സ്ട്രാ 1/2 കൊടുക്കണ്ടോ. അതായത് ഇവിടെ എന്തുണ്ട് നോക്ക, ഇവിടെ എല്ലായിടത്തും ആരുണ്ട്, ഒരു 1/2 ഉണ്ട്, ഇവിടെയും 1/2 ഉണ്ട്. സോ ഇവിടെ എന്തുണ്ടാവും, 1/2 ഉണ്ടാവും അല്ല. അപ്പൊ എന്തും I ഈക്വൽ ടു 4π/2 2π -4 2 ലോഗ് 2 - √2 ഡിവൈഡ് ബൈ 2 പ്ലസ് √2 ആണ് അല്ലെ. എടാ ഇനി ഇയാളെ വേണമെങ്കിൽ തിരിച്ചിടാലോ. അപ്പൊ എന്തായി മാറും, I ഈക്വൽ ടു 2π. എടാ ഇയാളെ തിരിച്ചിടുമ്പം ലോഗ് a/b എന്ന് പറയാം മൈനസ് ലോഗ് b/a അല്ലേ. ആ മൈനസ് പുറത്തേക്ക് വരുമ്പോ +2 ആവൂലേ, 2 പ്ലസ് √2 ബൈ 2 - √2. ഇനി ആരാണ് 2 പ്ലസ് √2 ബൈ 2 - √2,
2+√2 ഞാൻ ഇവിടെ എഴുതാണേ 2+√2/2 - √2. താഴെയുള്ള ആളുടെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാ. അപ്പൊ മുകളിൽ എന്താവും 2+√2 ഹോൾ സ്ക്വയർ അല്ലേ? വാട്ട് ഈസ് 2+2 ഹോൾ സ്ക്വയർ? 4 2² + b² + 2ab ബൈ ഇത് a - b a + b അല്ലേ? a² - b² എന്ത് വരും? 4 - 2 അല്ലേ? അപ്പൊ എന്ത് വരും? 6 + 4√2/2 അല്ലേ വരിക? ഇത് ആരാ? 3 + 2√2 അല്ലേ? അപ്പൊ ആൻസർ എന്താ വരിക? I = 2π + 2 × log ഓഫ് ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആരാ? 3 + 2√2 അല്ലേ വരിക? ഇതാണ് ആൻസർ കിട്ടുന്നത് അല്ലെ? സോ I = 2π + 2 log 3 + 2√2. ഇതല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? I = α π + β log 3 + 2√2 അല്ലേ? അവിടെ ആൽഫയുടെ സ്ഥാനത്ത് ആരടാ? നമ്മുടെ ക്വസ്റ്റ്യനിൽ ആൽഫയുടെ സ്ഥാനത്ത് ആരെ കിട്ടിയത്? ഇതല്ലേ നമ്മുടെ ആൽഫ. ആൽഫ ആരാ? 2. ബീറ്റ ആരാ? 2. ആൽഫയും 2 ബീറ്റയും 2 അല്ലേ? ആരെ കാണുന്നത്? α² + β² അല്ലേ? എന്താ α² + β²? 2² + 2² 4 + 4 ആൻസർ എന്താ? 8 ആണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഓഫ് കോഴ്സ് ഈ ക്വസ്റ്റ്യൻ എന്താണ് കുറച്ച് ലെങ്തി ആണ്, പക്ഷെ നല്ല കൺസെപ്റ്റ്സ് ആണ്. സോ വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക.